മഴ തകർത്തു പെയ്യുന്ന ഒരു രാത്രിയായിരുന്നു. സ്വന്തം ഭാര്യ ദിവ്യ ഉറങ്ങുകയാണെന്ന് കരുതി അരുൺ കണ്ണടച്ചു കിടന്നു. എന്നാൽ ആ രാത്രിയിൽ അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സത്യം പുറത്തുവരാൻ പോകുകയാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ദിവ്യയുടെ ഫോണിൽ വന്ന ഒരു മെസ്സേജ്. ഇന്ന് രാത്രി നിന്നെ കാണണം. എല്ലാം തയ്യാറാണ്. ആ സന്ദേശം കണ്ട നിമിഷം അരുണിന്റെ ഹൃദയം നിശ്ചലമായി. ആരാണ് അയാൾ? എന്തിനാണ് ദിവ്യ ഇത്രയും നാളായി തന്നിൽ നിന്ന് എന്തോ മറച്ചുവെച്ചത്? അന്ന് രാത്രി അരുൺ എടുത്ത തീരുമാനം അവന്റെ ജീവിതം മാത്രമല്ല, ദിവ്യയുടെയും കാമുകൻ രാഹുലിന്റെയും ജീവിതം തലകീഴായി മറിച്ചു. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. ഭർത്താവിനെ വെല്ലുവിളിച്ച് കാമുകനൊപ്പം പോയ ദിവ്യ പിന്നീട് നേരിട്ടത് അവൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത ചതിയായിരുന്നു. അവൾക്കറിയില്ലായിരുന്നു രാഹുലിന്റെ ജീവിതത്തിൽ മറ്റൊരു രഹസ്യം കൂടി ഉണ്ടെന്ന്. ആ രഹസ്യം പുറത്തുവന്ന ദിവസം ദിവ്യയുടെ ലോകം തകർന്നു വീണു. അന്ന് രാത്രി ദിവ്യ ഉറങ്ങിയെന്ന് നടിച്ചു കിടക്കുകയായിരുന്നു. എന്നാൽ അരുണിന് ഉറക്കം വന്നില്ല. ഫോണിൽ കണ്ട സന്ദേശം അവന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ദിവ്യ പതിവ് പോലെ പെരുമാറി. ഞാൻ ഇന്ന് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, അവൾ പറഞ്ഞു. അരുൺ ഒന്നും അറിയാത്തവനെപ്പോലെ തലകുലുക്കി. പക്ഷേ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു പിന്നാലെ അവനും അവളെ പിന്തുടർന്നു. നഗരത്തിന്റെ പുറത്തുള്ള ഒരു കഫേയുടെ മുന്നിൽ ദിവ്യ നിൽക്കുന്നത് അവൻ കണ്ടു. കുറച്ചു നിമിഷങ്ങൾക്കകം ഒരു യുവാവ് അവിടേക്കെത്തി. അവനായിരുന്നു രാഹുൽ. ഇരുവരും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും അടുത്ത സുഹൃത്തുക്കളെപ്പോലെ പെരുമാറുന്നതും അരുണ് ദൂരെയിരുന്ന് കണ്ടു. അവന്റെ ഹൃദയം തകർന്നു. വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷം. ഒരു നിമിഷം പോലും ഭാര്യയെ സംശയിക്കാത്ത മനുഷ്യനായിരുന്നു അവൻ. എന്നാൽ ഇപ്പോൾ സ്വന്തം കണ്ണുകൾക്ക് മുന്നിൽ സത്യം കാണുകയാണ്. അന്ന് രാത്രി ദിവ്യ വീട്ടിലെത്തിയപ്പോൾ അരുൺ ഒന്നും ചോദിച്ചില്ല. അവളുടെ ഓരോ വാക്കും കേട്ട് നിശബ്ദനായി ഇരുന്നു. പക്ഷേ മനസ്സിലൊരു തീരുമാനമെടുത്തിരുന്നു. സത്യം മുഴുവൻ അറിയണം. അടുത്ത ദിവസങ്ങളിൽ ദിവ്യയുടെ ഓരോ നീക്കവും അവൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലായി. ദിവ്യയും രാഹുലും മാസങ്ങളായി ബന്ധത്തിലായിരുന്നു. മാത്രമല്ല, രാഹുൽ ദിവ്യയോട് പലപ്പോഴും പറയുമായിരുന്നു, നമുക്ക് ഒരുമിച്ച് പുതിയ ജീവിതം തുടങ്ങാം. ആ വാക്കുകൾ കേട്ട് ദിവ്യ കൂടുതൽ അവനിലേക്ക് അടുക്കുകയായിരുന്നു. അവൾക്കറിയില്ലായിരുന്നു രാഹുൽ പറഞ്ഞ പല കാര്യങ്ങളും കള്ളമായിരുന്നുവെന്ന്. ഒരു ദിവസം രാഹുലിനെക്കുറിച്ച് അന്വേഷിച്ച അരുണിന് ഒരു വലിയ വിവരം ലഭിച്ചു. രാഹുൽ മുമ്പും പല പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് അവരെ വഞ്ചിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ ദിവ്യയ്ക്ക് അത് അറിയില്ല. അവൾ ഇപ്പോഴും രാഹുലിനെ തന്റെ യഥാർത്ഥ സ്നേഹമാണെന്ന് വിശ്വസിക്കുകയായിരുന്നു. അതേസമയം രാഹുൽ ദിവ്യയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വിട്ട് എന്റെ കൂടെ വാ, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്നേക്കും നഷ്ടപ്പെടും. ആ വാക്കുകൾ ദിവ്യയുടെ മനസ്സിനെ പിടിച്ചുകുലുക്കി. ഒരു വശത്ത് സ്നേഹമുള്ള ഭർത്താവ്, മറുവശത്ത് പുതിയ ജീവിതം വാഗ്ദാനം ചെയ്യുന്ന കാമുകൻ. അവൾ ഒരു തീരുമാനത്തിന്റെ വക്കിലായിരുന്നു. പക്ഷേ അവൾ അറിഞ്ഞില്ല രാഹുലിന്റെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടിയുമുണ്ടെന്ന്. ആ രഹസ്യം പുറത്തുവരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ദിവസങ്ങൾ കടന്നുപോയി. രാഹുലിന്റെ വാക്കുകൾ ദിവ്യയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. നിനക്ക് അർഹിക്കുന്ന ജീവിതം ഞാൻ തരാം. ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച ദിവ്യ ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. ഒരു വൈകുന്നേരം അവൾ അരുണിന്റെ മുന്നിൽ നിന്നു. എനിക്കിനി ഈ ബന്ധത്തിൽ തുടരാൻ കഴിയില്ല, അവൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ അരുണിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അവൻ തർക്കിച്ചില്ല, കരഞ്ഞില്ല, അവളെ തടയാനും ശ്രമിച്ചില്ല. ശാന്തമായി ഒരു ചോദ്യം മാത്രം ചോദിച്ചു, നീ എടുക്കുന്ന തീരുമാനം ശരിയാണെന്നുറപ്പാണോ? ദിവ്യ ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി, അതെ. അന്ന് രാത്രി അവൾ വീട് വിട്ടിറങ്ങി. രാഹുലിന്റെ കാറിൽ കയറി പോകുമ്പോൾ പിന്നിലേക്ക് ഒരിക്കൽ പോലും നോക്കിയില്ല. പക്ഷേ അരുണ് വീട്ടുവാതിലിൽ നിന്നുകൊണ്ട് അവൾ പോകുന്നത് നോക്കുകയായിരുന്നു. അവന്റെ മനസ്സിൽ ഒരു വേദന മാത്രമല്ല ഉണ്ടായിരുന്നത്, ഒരു വലിയ രഹസ്യവും ഉണ്ടായിരുന്നു. ആദ്യ ദിവസങ്ങൾ ദിവ്യയ്ക്ക് സ്വപ്നം പോലെയായിരുന്നു. പുതിയ നഗരം, പുതിയ വീട്, പുതിയ ജീവിതം. രാഹുൽ അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാം നല്ല രീതിയിൽ പോകുന്നതുപോലെ തോന്നി. പക്ഷേ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ചെറിയ മാറ്റങ്ങൾ കണ്ടുതുടങ്ങി. ഫോൺ എപ്പോഴും ലോക്ക് ചെയ്യാൻ തുടങ്ങി. ചില കോളുകൾ വരുമ്പോൾ പുറത്തുപോയി സംസാരിക്കാൻ തുടങ്ങി. രാത്രിയിൽ വൈകി വീട്ടിലെത്തുന്നത് പതിവായി. ജോലിത്തിരക്കാണ് എന്നായിരുന്നു അവന്റെ മറുപടി. ആദ്യം ദിവ്യ അത് വിശ്വസിച്ചു. പക്ഷേ സംശയങ്ങൾ വളർന്നു. ഒരു ദിവസം രാഹുൽ കുളിക്കാൻ പോയപ്പോൾ ഫോൺ സോഫയിൽ മറന്നുവച്ചു. ഫോണിലേക്ക് ഒരു സന്ദേശം വന്നു, നാളെ കാണാം, മിസ് യു. ദിവ്യയുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി. ആരാണ് ഈ പെൺകുട്ടി? എന്തുകൊണ്ടാണ് ഇങ്ങനെ സന്ദേശങ്ങൾ വരുന്നത്? അവൾ ഫോൺ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ പാസ്വേഡ് അറിയില്ലായിരുന്നു. ആ ദിവസം മുഴുവൻ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അതേസമയം മറ്റൊരു സ്ഥലത്ത് അരുണിന്റെ ജീവിതവും മാറുകയായിരുന്നു. അവൻ തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പഴയ വേദനകളെ മറക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു ദിവസം അവനൊരു ഫോൺ കോൾ ലഭിച്ചു. കോൾ ചെയ്തയാൾ പറഞ്ഞ വാർത്ത കേട്ട് അവൻ ഞെട്ടി. കാരണം ആ വാർത്ത രാഹുലിനെക്കുറിച്ചായിരുന്നു. ദിവ്യയുടെ ജീവിതം തകർക്കാൻ പോകുന്ന ഒരു സത്യം അതിലുണ്ടായിരുന്നു. അന്നേ രാത്രി ദിവ്യ രാഹുലിനോട് ചോദിച്ചു, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? രാഹുൽ ഒന്ന് പുഞ്ചിരിച്ചു. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അവന്റെ കണ്ണുകളിൽ ആദ്യമായി ദിവ്യയ്ക്ക് ഒരു അപരിചിതത്വം തോന്നി. അവൾക്കറിയില്ലായിരുന്നു രാഹുലിന്റെ ഏറ്റവും വലിയ ചതി ഇനി പുറത്തുവരാനിരിക്കുകയാണെന്ന്. ദിവ്യയുടെ മനസ്സിൽ സംശയങ്ങൾ വളരുകയായിരുന്നു. രാഹുൽ പലപ്പോഴും ഫോൺ ഒളിപ്പിച്ച് സംസാരിക്കുന്നതും രാത്രിയിൽ വൈകി വീട്ടിലെത്തുന്നതും അവളെ അസ്വസ്ഥയാക്കി. ഒരു ദിവസം രാഹുൽ പുറത്തുപോയ സമയത്ത് അവന്റെ ലാപ്ടോപ്പ് തുറന്നുകിടക്കുന്നത് ദിവ്യ കണ്ടു.
അവൾ അറിയാതെ അതിലെ ചില ഫയലുകൾ പരിശോധിച്ചു. അപ്പോഴാണ് അവളുടെ ജീവിതത്തെ തകർത്ത സത്യം അവൾ കണ്ടത്. രാഹുലിന്റെ വിവാഹനിശ്ചയം അടുത്ത മാസം നടക്കാനിരിക്കുകയായിരുന്നു. മാത്രമല്ല, മറ്റൊരു പെൺകുട്ടിയുമായി അവൻ ഏറെ നാളായി ബന്ധത്തിലുമായിരുന്നു. ദിവ്യയുടെ കൈകൾ വിറക്കാൻ തുടങ്ങി. അവൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇതിനായി തന്നെയാണോ താൻ സ്വന്തം ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ചത്? അന്ന് രാത്രി രാഹുൽ വീട്ടിലെത്തിയപ്പോൾ ദിവ്യ നേരെ ചോദിച്ചു, നിന്റെ വിവാഹനിശ്ചയം നടക്കാൻ പോകുന്നുണ്ടോ? ഒരു നിമിഷം രാഹുൽ നിശബ്ദനായി. പിന്നീട് അവൻ ചിരിച്ചു. ആ ചിരി ദിവ്യയെ കൂടുതൽ ഭയപ്പെടുത്തി. അതെ, നടക്കും. അപ്പോൾ ഞാൻ ആരാണ്? ദിവ്യ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. രാഹുൽ തണുത്ത സ്വരത്തിൽ മറുപടി പറഞ്ഞു, നീ എന്റെ ജീവിതത്തിലെ ഒരു അധ്യായം മാത്രമായിരുന്നു. ആ വാക്കുകൾ കേട്ട നിമിഷം ദിവ്യയുടെ ലോകം തകർന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നിറങ്ങി. മഴ പെയ്യുകയായിരുന്നു. കൈയിലുണ്ടായിരുന്ന ബാഗുമായി റോഡരികിൽ ഒറ്റയ്ക്ക് നിന്നപ്പോൾ അവൾക്ക് ഓർമ്മ വന്നത് അരുണിനെയായിരുന്നു. തന്നെ ഒരിക്കലും വഞ്ചിക്കാത്ത മനുഷ്യൻ, തന്റെ സന്തോഷത്തിനായി ജീവിച്ച ഭർത്താവ്. എന്നാൽ അവൾ ആ സ്നേഹത്തിന്റെ വില തിരിച്ചറിഞ്ഞത് എല്ലാം നഷ്ടപ്പെട്ട ശേഷമായിരുന്നു. അടുത്ത ദിവസം ദിവ്യ അരുണിനെ കാണാൻ തീരുമാനിച്ചു. വീട്ടിലെത്തിയപ്പോൾ അവൾ ഞെട്ടി. അരുണ് പഴയതുപോലെ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ പുതിയ നഗരത്തിലേക്ക് മാറിയിരുന്നു. പക്ഷേ അയൽവാസി ഒരു കത്ത് ദിവ്യയ്ക്ക് നൽകി. അത് അരുൺ എഴുതിവെച്ചതായിരുന്നു. കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നീ തിരികെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരിക്കൽ ജീവിതം നിന്നെ പഠിപ്പിക്കുമെങ്കിൽ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നീ മനസ്സിലാക്കും. നിന്റെ ജീവിതം നല്ലതാകട്ടെ. ആ വരികൾ വായിച്ചപ്പോൾ ദിവ്യ പൊട്ടിക്കരഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. ദിവ്യ ഒരു ജോലി കണ്ടെത്തി. സ്വന്തം ജീവിതം വീണ്ടും പടുത്തുയർത്താൻ ശ്രമിച്ചു. ഒരു ദിവസം നഗരത്തിലെ ഒരു ചടങ്ങിൽ അവൾ അപ്രതീക്ഷിതമായി അരുണിനെ കണ്ടു. അവൻ സന്തോഷവാനായിരുന്നു. മുഖത്ത് പഴയ വേദനകളൊന്നുമില്ല. അവനെ കണ്ടപ്പോൾ ദിവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അരുണ് വെറുപ്പോ ദേഷ്യമോ കാണിച്ചില്ല. ശാന്തമായി ഒരു പുഞ്ചിരി മാത്രം നൽകി. ആ നിമിഷം ദിവ്യ തിരിച്ചറിഞ്ഞു, ചതി ചെയ്ത് നേടിയ ബന്ധങ്ങൾ താൽക്കാലികമായിരിക്കാം. പക്ഷേ വിശ്വാസവും ആത്മാർത്ഥതയും നഷ്ടപ്പെട്ടാൽ അത് തിരികെ നേടാൻ വളരെ ബുദ്ധിമുട്ടാണ്.